എല്ലാവർക്കും രശ്മി സരിൻ റെസിപ്പീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. രാവിലെ വളരെ പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഹെൽത്തി ആയിട്ടുള്ള ഈ റെസിപ്പി ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും റെസിപ്പി ഒന്ന് മുഴുവനായിട്ട് കണ്ടു നോക്കണം. ഈ ലഞ്ച് ബോക്സിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തേങ്ങാപ്പാൽ ഉപയോഗിച്ചിട്ട് കുക്കറിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഗ്രീൻ പീസ് റൈസും അതേപോലെ തന്നെ ഒരു ചെറിയ സള്ളാസും പിന്നെ മാമ്പഴമാണ്. ആദ്യം നമുക്ക് ഗ്രീൻ പീസ് റൈസ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് പൊളിച്ചെടുത്തിരിക്കുന്ന ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. 1 കപ്പ് എന്ന് പറയുമ്പോൾ 150 ഗ്രാം പൊളിച്ചെടുത്തിരിക്കുന്ന ഗ്രീൻ പീസ് ഉണ്ട്. ഇനി നമുക്ക് റൈസ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ അടുപ്പിലേക്ക് വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കാം. ആദ്യം ഒരു ബേ ലീഫ്, പിന്നെ 2 ഏലക്കായ, 3 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട. ഇനി ഇതിലേക്ക് ഒരു വലിയ ഉള്ളി കനം കുറച്ച് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം കൂടെ ചേർക്കണമായിരുന്നേ. ആദ്യം നമ്മൾ പട്ടയും ഗ്രാമ്പും ഒക്കെ ഇട്ടില്ലേ, ആ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഞാൻ അന്നേരം ഇടാൻ വിട്ടുപോയി, അതുകൊണ്ട് ഞാനിപ്പം ഉള്ളിയൊക്കെ ഒന്ന് സൈഡിലേക്ക് വെച്ച് കൊടുത്തിട്ട് ജീരകം ഇട്ട് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂൺ ജീരകം. ഇനി ഇതിലേക്ക് വേണ്ടത് 2 പച്ചമുളകും, 1/2 ഇഞ്ച് നീളത്തിലൊരു ഇഞ്ചിൻ്റെ കഷ്ണവും, അതേപോലെ 4 വെളുത്തുള്ളി. ഇതൊന്ന് ചതച്ചിട്ട് അതും കൂടെ നമുക്ക് ഉള്ളിൻ്റെ കൂടത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന 1 കപ്പ് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊരു 2-3 മിനിറ്റ് ഒന്ന് എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ആകെ ഈ റൈസിലേക്ക് ചേർത്തിരിക്കുന്നത് 2 പച്ചമുളക് മാത്രമാണ്. അത് ചതച്ചിട്ടിരുന്നു. അതുപോലെ വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് 1 പച്ചമുളകും കൂടി ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുകയാണ്. എരിവ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. കുട്ടികൾക്കായതുകൊണ്ട് അധികം എരിവിൻ്റെ ആവശ്യമില്ല. ഇഞ്ചിൻ്റെ ചെറിയൊരു എരിവും ഉണ്ടാവും. അതേപോലെ തന്നെ ഈ 2-3 പച്ചമുളകും മതിയാകും. ഈ ഒരു ചോറിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ജീരകശാല അരിയാണ്, അല്ലെങ്കിൽ കൈമ അരി. ഇതിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ ബസ്മതി റൈസും ഉപയോഗിക്കാം. അരി ആദ്യമേ കുതിർത്തി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ചോറുണ്ടാക്കുന്ന സമയത്ത് നന്നായിട്ട് 2-3 തവണയൊന്ന് കഴുകിയെടുത്താൽ മതി. ഇപ്പോൾ കഴുകിയെടുത്തിരിക്കുന്ന അരിയും കൂടെ ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് എണ്ണയിലിട്ടിട്ട് ഗ്രീൻ പീസിൻ്റെ കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇത് വേവിക്കാനായിട്ട് വേണ്ടത് 1/4 കപ്പ് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാലിന് പകരം സാധാരണ വെള്ളം ഈ ഒരളവിലെടുത്തിട്ട് ചോറുണ്ടാക്കിയെടുത്താലും മതിയാകും. പക്ഷേ നമ്മളിത് കുട്ടികൾക്കാണ് കൊടുത്തിടുന്നത്. കുട്ടികൾക്ക് അവരുടെ തലച്ചോറിൻ്റെ വളർച്ചയ്ക്കും അതേപോലെ തന്നെ നല്ല ആരോഗ്യം ഉണ്ടാവാനൊക്കെ തേങ്ങാപ്പാലിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ സഹായിക്കും. അതുകൊണ്ട് മാത്രമാണ് തേങ്ങാപ്പാൽ ചേർത്തിരിക്കുന്നത്. തേങ്ങാപ്പാലിന് ധാരാളം ആരോഗ്യ ഗുണങ്ങളുണ്ട്. ദോഷങ്ങളെന്ന് പറയാനായിട്ട് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തേങ്ങാപ്പാൽ ചേർത്താൽ നല്ല രുചിയും നല്ല ഗുണവും കിട്ടും. അപ്പോൾ തേങ്ങാപ്പാൽ ചേർക്കാൻ ആഗ്രഹമുള്ളവർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് ചിരകിയ തേങ്ങയിലേക്ക് 1/4 കപ്പ് ചെറു ചൂടുവെള്ളം ചേർത്തിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അടിച്ചെടുത്തിരിക്കുന്ന തേങ്ങ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിരിക്കുന്ന തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ചോറിന് ആവശ്യമായിട്ടുള്ള 1/2 ടീസ്പൂൺ നിറച്ചും ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് നിങ്ങളുടെ പാകത്തിന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഉപ്പൊക്കെ പാകാണെന്ന് നോക്കിയതിന് ശേഷം തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് കുക്കർ ഒരു അടപ്പ് വെച്ചിട്ടൊന്ന് അടച്ചു വെക്കാം. ഈ സമയത്ത് ഇതിൻ്റെ വെയിറ്റ് ഇട്ട് കൊടുക്കുന്നില്ല. ആവി നന്നായിട്ട് വരാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് കുക്കറിൻ്റെ വെയിറ്റ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആവി നന്നായിട്ട് തിങ്ങി വിസിൽ വരാൻ തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ആവി നന്നായിട്ട് തിങ്ങിയിട്ട് വിസിൽ വരാനായിട്ട് തുടങ്ങുകയാണ്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിനകത്തുള്ള ആ ഒരു പ്രഷറും കൊണ്ട് തന്നെ നമുക്ക് അരി നന്നായിട്ട് വെന്ത് കിട്ടും. നമ്മൾ കുക്കറിലാണ് ഈ ചോറ് തയ്യാറാക്കുന്നത്. അതുകൊണ്ടാണ് 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി കുക്കറിലല്ല സാധാരണ പാത്രത്തിലാണ് വെക്കുന്നതെങ്കിൽ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ എടുക്കണം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ടാവും. ഈ ഒരു സമയത്ത് നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. അരിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. മീൻ ഇറച്ചിയൊക്കെ ഉപയോഗിക്കുന്നതിന് പകരമായിട്ട്
പയറും പരിപ്പൊക്കെ ചേർത്തിട്ടുള്ള ചോറും കറികളൊക്കെ ഉച്ചയ്ക്ക് കൊടുത്തു വിടുന്നതാണ് കുട്ടികൾ ഉണർവോടെ ഇരിക്കാനായിട്ട് നല്ലത്. അപ്പോൾ ഈ ഒരു റൈസ് കുട്ടികൾക്ക് വളരെ നല്ലതാണ്. ഇതിൻ്റെ കൂടെ കഴിക്കുന്നതിന് വേണ്ടിയിട്ട് ചെറിയൊരു സാലഡും കൂടി ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ക്യാരറ്റിൻ്റെ പകുതി എടുത്തിട്ട് ചെറുതായി അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്. 2-3 ടേബിൾ സ്പൂൺ ക്യാരറ്റ് അരിഞ്ഞത്, അതേപോലെ തന്നെ 1/2 കപ്പ് സാലഡ് കുക്കുമ്പർ അരിഞ്ഞത്, പിന്നെ ഒരു ചെറിയ തക്കാളി ചെറുതാക്കി അരിഞ്ഞത്, ഒരു തണ്ട് കറിവേപ്പിലയും ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് തൈരും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. തൈരിൻ്റെ പുളിയും കൂടെ നോക്കിയിട്ട് സാലഡിന് ആവശ്യമായ 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് രുചിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, പച്ചക്കറികളൊക്കെ ചേർത്തിട്ട് തൈരും കൂടെ ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരുപാട് ഗുണങ്ങളുള്ളൊരു സാലഡാണ്. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചോറിൻ്റെ ആവിയൊന്ന് ഒതുങ്ങി കഴിയുമ്പോൾ നമുക്കത് ലഞ്ച് ബോക്സിലേക്ക് മാറ്റാം. ആദ്യം സ്പൂണും ഫോർക്കും വെച്ച് കൊടുക്കാം. അതിന് മുകളിലേക്ക് പാത്രം വെക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ഗ്രീൻ പീസ് റൈസ് വെച്ച് കൊടുക്കുകയാണ്. ലഞ്ച് ബോക്സിലേക്ക് മാത്രമല്ല, നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു റൈസ് റെസിപ്പിയാണിത്. ഇനി സാലഡ് വെച്ച് കൊടുക്കാം. അതേപോലെ ഈ സീസണിൽ നമുക്ക് കിട്ടുന്ന ഏതെങ്കിലും ഒരു ഫ്രൂട്ടും കൂടെ വെച്ച് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ മാങ്ങയാണ്. അത് കഷ്ണങ്ങളാക്കിയതും കൂടെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ലഞ്ച് ബോക്സ് റെസിപ്പീസാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ കമൻ്റ് ഒന്ന് താഴെ അറിയിക്കണേ. പിന്നെ ഇതേപോലെയുള്ള ലഞ്ച് ബോക്സ് റെസിപ്പീസ് വേറെ വേണമെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പറയണേ. കൂടാതെ ഈ വീഡിയോ ഒന്ന് കാണുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ ലൈക്കും ഷെയറും കൂടെ ചെയ്യണം. ഇതേപോലെയുള്ള നല്ല റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. നന്ദി.